മേഘന മുരളിയിലേക്കാണ് ഇനി പോകുന്നത്. മേഘനയുള്ളത് എങ്ങനെയാണ് തലസ്ഥാനത്തെ മഴ ബാധിച്ചിട്ടുള്ളത് എന്നതിന്റെ വിശദാംശങ്ങളാണ് മേഘന നൽകാൻ പോകുന്നത്. മേഘന, തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം തുടങ്ങിയ ശക്തമായ മഴ ഇപ്പോൾ ചെറുതായി മാറി നിൽക്കുന്നു എന്ന് ഉമേഷ് പറയുന്നു. പക്ഷേ രാവിലെയൊക്കെ നമ്മൾക്കറിയാം വലിയ മഴ പെയ്തിട്ടുണ്ട്, അതിൽ തന്നെ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്, മരം വീഴുന്ന സാഹചര്യം, വൈദ്യുതി വിച്ഛേദിക്കുന്ന സാഹചര്യം, നഗരത്തിൽ ഉൾപ്പെടെ വെള്ളക്കെട്ട്. അങ്ങനെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അനുജ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ മുതൽ തിരുവനന്തപുരത്ത് കനത്ത മഴയാണ്. ഇപ്പോൾ ഓറഞ്ച് അലർട്ടാണ് ജില്ലയിൽ നിലനിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ചൊന്ന് മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും തിരുവനന്തപുരം ജില്ലയുടെ മലയോര പ്രദേശങ്ങളിലൊക്കെ ശക്തമായ മഴ അത് വൈകുന്നേരത്തോടു കൂടി തന്നെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ഒരു നിരീക്ഷണമായി വരുന്നത്. അതിൽ പ്രധാനമായും നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ്, അത് വാർത്ത നൽകിയതാണ്. കാരണം ഒറ്റ ഒരു മഴയിലും അല്ലെങ്കിൽ ശക്തമായ കാറ്റ് വീശിയപ്പോൾ കനത്ത നാശനഷ്ടം ഉണ്ടാകുന്നു. ഈ നഗരപ്രദേശങ്ങളിലടക്കം വെള്ളക്കെട്ടുണ്ടാകുന്നു, മരങ്ങളടക്കം പലയിടങ്ങളിലും കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം കണ്ടതാണ്. അതിന്റെ തുടർച്ച, അതായത് ഇന്ന് രാവിലെ അടക്കം ഈ വെള്ളക്കെട്ട്, ആ പെയ്ത മഴയിലെ വെള്ളക്കെട്ട് മാറാൻ തന്നെ സമയമെടുക്കുന്നു. കൂടാതെ പലയിടത്തും വീണ്ടും മരങ്ങൾ പൊട്ടി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മലയോര പ്രദേശങ്ങളിൽ ചില സ്ഥലങ്ങളിൽ മഴ തുടരുന്നുണ്ടെങ്കിലും നഗരപ്രദേശങ്ങളിൽ ഈ മണിക്കൂറുകളിൽ മഴ കുറവാണ്. പക്ഷേ വൈകുന്നേരത്തോടുകൂടിയും രാത്രിയോടുകൂടിയും മഴ ശക്തമാകും. ഓറഞ്ച് അലർട്ടാണ് ഇപ്പോൾ ജില്ലയിൽ നിലനിൽക്കുന്നത്. അതിലിപ്പോൾ ഒരു അപകട വാർത്ത വരുന്നത് കിളിമാനൂരിൽ നിന്നാണ്. കിളിമാനൂരിൽ വീടിന് മുകളിലേക്ക് മരം വീണ് ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. അത് ആ വീടിന്റെ ഒരു ഭാഗം തന്നെ പൂർണ്ണമായും തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വീട്ടിനുള്ളിൽ TV കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് പറയാം. കാരണം തലനാരിഴയ്ക്കാണ് അവർ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ ആ വീടിന്റെ ഒരു ഭാഗം മുഴുവനായും തകർന്ന നിലയിലാണ്. കൂടാതെ ഈ പൂവച്ചലടക്കമുള്ള നെടുമങ്ങടക്കമുള്ള ഭാഗങ്ങളിൽ മരം വീടിന് മുകളിലേക്ക് വീണ് പല വീടുകൾക്കും ഭാഗികമായി കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഈ മലയോര പ്രദേശങ്ങളിൽ പല ഭാഗത്തും വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഇന്നലെ രാത്രി തന്നെ പല ഭാഗങ്ങളിലും ഇരുട്ടിലായിരുന്നു, വൈദ്യുതി ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അത് ഭാഗികമായി നേരെയാക്കപ്പെട്ടു. പക്ഷെ ഇപ്പോഴും മഴ പെയ്യുമ്പോൾ വീണ്ടും വീണ്ടും വൈദ്യുതി വിച്ഛേദിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പല ഈ വൈദ്യുതി പോസ്റ്റിന്റെയും ലൈനിന്റെയും ഒക്കെ മുകളിലേക്ക് മരം പൊട്ടിവീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതിലൊരു നിർദ്ദേശമായി വരുന്നതും ഈ അപകട മേഖലകളിൽ നിന്ന് പരമാവധി മാറി നിൽക്കുക എന്നുള്ളതാണ്. കൂടാതെ ഇനിയും രാത്രിയോടുകൂടി തന്നെ കനത്ത മഴ, ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. കനത്ത മഴ പ്രതീക്ഷിക്കുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ. ഇപ്പോൾ നഗരഭാഗത്ത് മഴ കുറവാണ്. എന്തായാലും കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അംഗനവാടിയുടെ മുകളിലേക്ക് വരെ മരം പൊട്ടിവീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല ഭാഗത്തും, അതായത് ശക്തമായ കാറ്റ്, എനിക്ക് ഈ സംസ്ഥാനത്ത് തന്നെ തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും ശക്തമായ കാറ്റ് ഇന്നലെ രാത്രിയോടുകൂടി വീശുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെ ഇപ്പോഴും തുടരുന്നു. എന്തായാലും അപകട സാധ്യത പ്രദേശങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ അധികൃതർ നൽകുന്നുണ്ട്. അതാണ് തലസ്ഥാനത്ത് നിന്നുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങളാണ് മേഘന മുരളി നൽകിയത്.